ഹായ് കൂട്ടുകാരെ, ഞാനേ പച്ചക്കറിക്കകത്ത് വെള്ളം ഒഴിക്കാൻ വന്നതാണേ. അപ്പം പച്ചക്കറി പയർ കുറച്ച് കായ്ച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. അപ്പം വെള്ളം ഇങ്ങനെ ഓസിൻ്റെ അകത്ത് വരുന്ന കേട്ടോ. വെള്ളം കണ്ടോ, ഓസിൻ്റെ അകത്ത് വരുന്ന വെള്ളം ഇങ്ങനെ പാത്രത്തിൽ പിടിച്ച് വെച്ചിട്ട്, ചിലപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ പിടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് രാത്രി മൃഗങ്ങളൊക്കെ ഇറങ്ങി ഈ ഓസ് പൊട്ടിച്ചോളൂ. അപ്പോൾ നമ്മൾ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ ഇതിങ്ങനെ കാണില്ല. അപ്പം നമ്മുടെ ബാക്കിയുള്ളതൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതാ തക്കാളിയൊക്കെ കേട്ടോ, തക്കാളിയൊക്കെ ഇങ്ങനെ കായ്ച്ച് ഇതായി പരുവത്തിലായി. കാവേജ് കേട്ടോ, കാവേജൊക്കെ ഇതാ ഇങ്ങനെ ഇല കൂടാൻ നോക്കുന്നുണ്ട്. വഴുതന, ഇതാണ് നമ്മുടെ പയർ കണ്ടോ, കഴിച്ച് കിടക്കുന്ന കണ്ടോ പയർ ഇത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മൂത്തത് നോക്കി ഇങ്ങോട്ട് പറിക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇന്ന് പയർ കറി വെച്ച് നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പയർ പറിക്കുന്നതിനോ കൂടുന്നതിനോടൊപ്പം എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തരണം കേട്ടോ. എന്നല്ലേ നമുക്കൊരു സന്തോഷമാവുള്ളൂ. ഇതാണ് പയർ കണ്ടോ, ഇത് നല്ല നീട്ടമൊക്കെ ഉള്ള പയറാണ്. അപ്പം നമുക്ക് 3-4 ചുവടുണ്ട് കേട്ടോ. ഈ തക്കാളിയൊക്കെ ഇത്ര ആയി കേട്ടോ. അത് കണ്ടോ തക്കാളി, ഇത് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ തക്കാളി ഒക്കെ പറിക്കാനാവും. ഇത് കുമ്പളം ഇതാ ഇതിലേ കയറി പോകുന്നത് കണ്ടോ, കുമ്പളം. ഇതൊക്കെ മൂത്ത പയറാട്ടോ. നിറച്ചും പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആദ്യം ആയതുകൊണ്ട് കുറച്ചേ ഉള്ളേ, ആദ്യത്തെ കായല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് നമ്മൾക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള പയറൊക്കെ നിങ്ങൾ എല്ലാവരും ഇട്ടിട്ടുണ്ടാകുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് കറിക്ക് വെക്കാനുള്ള അത് അത്യാവശ്യം ഒരു കറിക്കുള്ള പയർ കിട്ടി കേട്ടോ. ഇതാണ് പയർ. ഇതാ പാവൽ കഴിഞ്ഞ ദിവസം ഒരു കറിക്ക് പറിച്ചായിരുന്നു കേട്ടോ. ഇതാ ചെറിയ പാവലാണേ. നമുക്ക് പായ് വരണം. പാവലും പാവയ്ക്കും ഇത്രയ്ക്കും വലിപ്പമാകുമ്പോൾ ഇത് പറിച്ചെടുക്കണം, എന്നാലേ പിന്നെ നമുക്ക് കറി വെക്കാനുള്ളൂ. ഇത് എമ്പടി അങ്ങ് കായ്ക്കും കേട്ടോ. ഇതിലെല്ലാം പറന്ന് പോയേക്കുന്ന കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം കുഞ്ഞ് പാവയ്ക്ക എങ്ങനെ ഉണ്ടായി വരും. നമുക്ക് മഴയത്ത് നമുക്ക് ഒരു പച്ചക്കറി ഇടാൻ പറ്റില്ല. ഇവിടുത്തെ മലയോരമായതുകൊണ്ട് എപ്പോൾ മഴ കേട്ടോ. അതുകൊണ്ട് വേനക്ക് നമുക്ക് ഒരു പച്ചക്കറിയും കാശ് കൊടുത്ത് മേടിക്കേണ്ട. നമുക്കെല്ലാം നട്ട് നമ്മളൊക്കെ വെള്ളം കൊണ്ട് നമുക്ക് പച്ചക്കറി എല്ലാം ഇങ്ങനെ നട്ടുണ്ടാക്കാം കേട്ടോ. എല്ലാ സാധനവും ഇങ്ങനെ നടും കുറച്ച്. നേരത്തെയൊക്കെ ഒത്തിരി കൃഷിയൊക്കെ ചെയ്ത് എല്ലാവർക്കും പറിച്ച് വിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. എന്നാ നട്ടു വെച്ചാലും അതിന് പുഴുവും കേടും. അപ്പോൾ കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ പോലെ വെള്ളമൊക്കെ തളിച്ച് അതിൻ്റെ പുഴുവിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്ന് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടല്ലോ, അപ്പോൾ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് കളഞ്ഞ്. പിന്നെ ഇതിന് ഞാൻ അധികം വളമൊന്നും ചേർത്തിട്ടില്ല. എന്നാൾ ഞാൻ പറഞ്ഞില്ലേ, കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിൻ്റെ അകത്തെല്ലാം ഇട്ട് പിന്നെ പുളിപ്പിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ച് നമ്മളെല്ലാത്തിനും ചുവട്ടി വെച്ച് നല്ല കായ കേട്ടോ. ചെടികൾക്കാണേലും നല്ല പൂക്കൾ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ. ഈ വെളുത്തുള്ളീൻ്റെ തൊലിയൊക്കെ ചെല്ലുന്നതുകൊണ്ട് കീടങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും കേട്ടോ. എല്ലാവരും അപ്പോൾ അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കേ. ബൈ.